നെവർ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഈ ഊരിലെ കുഞ്ഞുങ്ങളോടൊപ്പം ഒരു ദിവസം ചെലവിടാനായിട്ട് വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഇവരെക്കുറിച്ച് ഒരു ചിത്രം ഉണ്ടായിരുന്നു. ഇത്തിരി നേരം അവരോടൊപ്പം ചെലവഴിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ധാരണ അപ്പാടെ മാറിപ്പോയി. ഇവിടുത്തെ വായനശാലയും അതേ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുന്ന അറിവുമെല്ലാം എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. നമ്മൾ സ്മാർട്ട് ഫോൺ എന്ന ചക്കിന് ചുറ്റും കറങ്ങുന്ന കാളുകളാകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ആകാശത്തിന്റെ അനന്തതകൾ കീഴടക്കിയ പറവകളാണ്. ഇവരുടെ ഇച്ഛാശക്തിയും ബോധമണ്ഡലവും ഒരുപാട് മുകളിലാണ്. ഇനിയും ഈ അനന്തവിഹായസിൽ പറന്നുയരുവാൻ ഈ മക്കൾക്ക് സാധിക്കട്ടെ. അപ്പൊ ഞാൻ ഒരു കഥ പറയാൻ പോവാണ്. പണ്ട് 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 ഒരുപാട് പണ്ട് നടന്ന ഒരു കഥയാണ്. അവിടെ ഉജ്ജയിനി എന്നൊരു രാജ്യം ഉണ്ടായിരുന്നു. ഏതാണ് രാജ്യം? ഉജ്ജയിനി എന്നൊരു രാജ്യം ഉണ്ടായിരുന്നു. ആ ഉജ്ജയിനിയിലെ രാജാവായിരുന്നു ആര്? വിക്രമാദിത്യൻ. ആരാണ്? വിക്രമാദിത്യൻ. അപ്പൊ ഒരു ദിവസം ഈ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ഒരു സന്യാസി വന്നു. അപ്പൊ സന്യാസി വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ രാജ്യമൊക്കെ കണ്ട് നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വരികയാണ് എന്ന് പറഞ്ഞു. അപ്പൊ രാജാവിന് ഭയങ്കര സന്തോഷമായി. രാജാവ് എന്ത് ചെയ്തു? അയാളെ സ്വീകരിച്ചു. പഴവും പാലും ഒരുപാട് സമ്മാനങ്ങളും ഒക്കെ കൊടുത്ത് രാജാവ് ആരെ സ്വീകരിച്ചു? സന്യാസിനെ സ്വീകരിച്ചു. സന്യാസിക്ക് നല്ല സന്തോഷമായി അല്ലേ? അപ്പൊ സന്യാസി വൈകുന്നേരം പോവാൻ നേരത്തെ ഒരു വലിയ പഴം കൊടുത്തു. അപ്പൊ രാജാവ് നന്ദി പറഞ്ഞിട്ട് അദ്ദേഹത്തെ യാത്രയാക്കി. എന്നിട്ട് രാജാവ് ഈ പഴം തിന്നോ? രാജാവ് തിന്നില്ല. രാജാവ് പറഞ്ഞു, എനിക്ക് കിട്ടുന്ന സമ്മാനങ്ങൾ, പാരിതോഷികങ്ങളെല്ലാം എന്റെ ജനങ്ങൾക്കും കൂടെ ഉള്ളതാണ്. അതുകൊണ്ട് ഇത് ഞാൻ ഖജനാവിലേക്ക് വെക്കണു എന്ന് പറഞ്ഞു. എന്താണ് ഖജനാവ്? അതായത് ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടില് നമ്മൾ വിലപ്പെട്ട സാധനങ്ങൾ, സ്വർണ്ണമാണെങ്കിലും പൈസയാണെങ്കിലും സൂക്ഷിച്ചു വെക്കാൻ ഒരു പെട്ടി ഉണ്ടാവുമല്ലോ. താക്കോലൊക്കെ ഉള്ള പെട്ടി, കള്ളന്മാര് കൊണ്ടുപോകാത്ത പെട്ടി. അതുപോലെ കൊട്ടാരത്തിലുള്ള വലിയ പെട്ടിയാണ് എന്ത്? ഖജനാവ്. അവിടെയാണ് സ്വർണവും പണങ്ങളും മറ്റ് അമൂല്യ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുക. അപ്പൊ ഈ പഴം കൊണ്ടുപോയിട്ട് രാജാവ് എവിടെ വെച്ചു? ഖജനാവിൽ വെച്ചു. കുറെ നാള് കഴിഞ്ഞിട്ട് നമ്മുടെ പഴയ സന്യാസി ഉണ്ടല്ലോ, പഴയ സന്യാസി വീണ്ടും വന്നു. അപ്പൊ രാജാവിന് സന്തോഷം, രണ്ടാമത് വന്നല്ലോ. അപ്പൊ വീണ്ടും ഇതേപോലെ എല്ലാം സ്വീകരിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് സന്യാസി പോകുമ്പോ രണ്ടാമതും എന്ത് കൊടുത്തു? ഒരു പഴം കൊടുത്തു. രാജാവ് ഇതെന്ത് ചെയ്തിണ്ടാവും? എവിടെ എടുത്തു വെച്ചിണ്ടാവും? യെസ്. അങ്ങനെ 2 തവണ വന്നു, മൂന്നാമത്തെ തവണ വന്നു, 4 തവണ വന്നിട്ട് 4 പഴം കൊടുത്തു. 4 പഴവും രാജാവ് സ്നേഹത്തോടെ സന്തോഷത്തോടെ എവിടെ സൂക്ഷിച്ചു? ഖജനാവിൽ സൂക്ഷിച്ചു. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ സന്യാസി വീണ്ടും വന്നു, രാജാവിന്റെ അടുത്തേക്ക് വന്നു. കേക്കണ്ടല്ലോ? എന്നിട്ട് ചോദിച്ചു, സുഖമായിരിക്കുന്നു? അപ്പൊ രാജാവ് പറഞ്ഞു, എന്താണ്? സുഖമായിരിക്കുന്നു. അപ്പൊ സന്യാസി പറഞ്ഞു, ഞാൻ തന്ന 4 പഴങ്ങൾ, എത്ര പഴങ്ങൾ കൊടുത്തായിരുന്നു? എവിടെയും ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ എന്റെ പ്രജകൾക്കായിട്ട് അത് ഖജനാവിൽ സൂക്ഷിച്ചേക്കാണ്, നമുക്കതൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ പതുക്കെ പതുക്കെ നടന്ന് പോയി ഖജനാവിന്റെ പൂട്ടൊക്കെ തുറന്ന് അകത്ത് ചെന്നു. അകത്ത് ചെന്നപ്പോ കണ്ടോ അവിടെ പഴം? പഴം കണ്ടില്ല, പകരം എന്തു കണ്ടു? ആ ഖജനാവ് നിറച്ച് സ്വർണവും അമൂല്യമായ രത്നങ്ങളും ഒരുപാട് ധനവും നിറഞ്ഞിരിക്കുന്നത് കണ്ടു. അപ്പൊ രാജാവ് ചോദിച്ചു, അയ്യോ ഇതെങ്ങനെ സംഭവിച്ചു ചോദിച്ചു. എങ്ങനെ സംഭവിച്ചു? പറഞ്ഞു, നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തന്ന ദാനമാണ്, അതെല്ലാം നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ രാജാവിന് സന്തോഷമായി, എല്ലാം അടച്ചുപൂട്ടി. അപ്പൊ എന്നിട്ട് പറഞ്ഞു, അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ മട്ടുപ്പാവിലിരുന്ന്, അതായത് ബാൽക്കണിയിലിരുന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞു, മഹർഷി പറഞ്ഞു, എല്ലാ കാര്യങ്ങളൊക്കെ ശരിയാണ്. ഇന്നത്തെ നിങ്ങളുടെ പ്രജകളുടെയും നമ്മളുടെ രാജ്യത്തിന്റെ സന്തോഷവും സമാധാനവും എന്നും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? അതിന് പോണമെങ്കിൽ എനിക്ക് ഈ രാജ്യത്ത് വലിയ ഒരു എന്ത് നടത്തണം? പൂജ നടത്തണം. അപ്പൊ രാജാവ് പറഞ്ഞു, നടത്താം, എന്റെ പ്രജകൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അപ്പൊ പറഞ്ഞു, വെറുതെ ഒരു പൂജ നമുക്ക് നടത്താൻ പറ്റില്ല. നമ്മുടെ ഈ രാജ്യത്തിന്റെ അതിർത്തിയിൽ, അതായത് ആ ബോർഡറിൽ വലിയൊരു കൊടുങ്കാടുണ്ട്. ആ കാട്ടിൽ വലിയൊരു മരമുണ്ട്. നിങ്ങൾ കറുത്ത വാവ് ദിവസം, കറുത്ത വാവ് എന്ന് പറഞ്ഞാൽ എന്താ? ചന്ദ്രനെ കാണില്ല, മൊത്തം ഇരുട്ടായിരിക്കും അല്ലേ? മൊത്തമായി ചന്ദ്രനെ കാണുന്ന ദിവസം വെളുത്ത വാവ് അല്ലെങ്കിൽ പൗർണമി എന്ന് പറയും അല്ലേ? ആ കറുത്ത വാവിന്റെ ദിവസം നിങ്ങൾ തന്നെ പോയി ആ വേതാളം എന്ന് പറഞ്ഞ ഒരു പിശാശാണ് കേട്ടോ, പകുതി മരിച്ച തൂങ്ങിക്കിടക്കുന്ന ഒരു പിശാശാണ്. ആളെ എടുത്തോണ്ട് വരുന്ന ആളെ കൊണ്ടാണ്, ആളെ ഉപയോഗിച്ച് ആളെ ബലി കൊടുത്തിട്ടാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്? പൂജ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞു. പോയപ്പോഴാണ് കുറേ മൃഗങ്ങൾ അലറുന്നുണ്ട്.
ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്, ഭയങ്കര കാറ്റ് വീശുന്നുണ്ട്. രാജാവിന് പേടിയായി. എന്ത് രാജാവാന്ന് പറഞ്ഞാൽ ഇരുട്ടും നല്ല ഒച്ചയും ബഹളമാണെങ്കിൽ നമ്മൾ പേടിക്കൂലേ? രാജാവും പേടിച്ചു. പക്ഷെ രാജാവ് ധൈര്യം കൈവിട്ടോ? എന്തുകൊണ്ടാണ്? രാജാവിന് എന്തിനേക്കാൾ വലുത് എന്താണ്? പ്രജകളുടെ സന്തോഷമാണ്. രാജാവ് പോയി മരത്തിൽ കയറി വേതാളത്തെ പിടിച്ചു, ചുമലിങ്ങനെ തൂക്കി. കുറേ ദൂരം നടക്കാനില്ലേ? അപ്പൊ വേതാളം പറഞ്ഞു, രാജാവ് എന്താണെങ്കിൽ നമ്മൾ കുറേ ദൂരം നടക്കുകയല്ലേ, നമുക്ക് വർത്താനമൊക്കെ പറഞ്ഞു നടക്കാം. ഞാൻ നിങ്ങളോട് ഒരു കഥ പറയും. രാജാവിനോട് ഒരു കഥ പറയും. ആ കഥ പറയുന്ന സമയത്ത് നിങ്ങൾ മിണ്ടാനേ പാടില്ല. നിങ്ങൾ മിണ്ടാനോ ചോദ്യം ചോദിക്കാനോ പാടില്ല. നിങ്ങൾ മിണ്ടിയാ ഞാൻ നിങ്ങളുടെ തോളിൽ നിന്ന് ഇറങ്ങി എവിടെ വീണ്ടും പോയി കിടക്കും? മരത്തില് തൂങ്ങി കിടക്കും. കഥ പറഞ്ഞു കഴിഞ്ഞ് അതിന്റെ അവസാനം ഞാൻ ഒരു ചോദ്യം ചോദിക്കും. ശരി ഉത്തരം നിങ്ങൾ പറയണം. പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ തല പൊട്ടിത്തെറിക്കും. പുലിവാലായ രാജാവ് പറഞ്ഞു, ശരി നമുക്ക് പോകാം. അങ്ങനെ നമ്മുടെ വേതാളം ആരോടൊരു കഥ പറയാൻ തുടങ്ങി? കഥ തുടങ്ങല്ലേ? ബനാറസ് എന്നൊരു രാജ്യത്തില് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് മക്കളില്ല. ഒരുപാട് നാള് ദൈവത്തോട് പ്രാർത്ഥിച്ച് അവസാനം നല്ലൊരു പുത്രൻ ഉണ്ടായി. മിടുക്കനായ ഒരു പുത്രൻ ഉണ്ടായി. രാജാവ് നന്മയും സ്നേഹവും ഒക്കെ കൊടുത്ത് ആ പുത്രനെ വളർത്തി. ആ പുത്രന് രോഹിത് എന്ന് പേരിട്ടു. എന്താണ്? അപ്പൊ ആ രാജകൊട്ടാരത്തില് അലക്കുകാരുണ്ടാവൂല? അലക്കുകാരെന്ന് പറഞ്ഞാൽ എന്താ? തുണിയൊക്കെ അലക്കുന്നവര് അല്ലെ? അങ്ങനെ ഒരു അലക്കുകാരന്റെ മോൻ ഉണ്ടായിരുന്നു. ഈ രാജകുമാരന്റെ അതേ പ്രായമായിരുന്നു, നമ്മുടെ രോഹിത്തിന്റെ അതേ പ്രായമായിരുന്നു. അവന്റെ പേരാണ് അമിത്. അപ്പൊ നല്ല കുട്ടിയായി നല്ല സ്നേഹത്തിലൊക്കെ വളർത്തുന്ന സ്ഥിതിക്ക് വലിപ്പ ചെറുപ്പം അവനുണ്ടോ? ഇല്ല. അവര് തമ്മിൽ വല്ലാത്ത സ്നേഹമായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് അങ്ങനെയല്ലേ? അപ്പൊ അങ്ങനെ വലുതായപ്പോ നമ്മുടെ രോഹിത് രാജകുമാരന് കല്യാണ പ്രായമായി. അപ്പൊ ഒരു ദിവസം ഇവനിങ്ങനെ ഇരുന്ന് ബോറടിച്ചു. എന്നാ ശരി, ഞാൻ എൻ്റെ അമിത്തിന്റെ വീട്ടിലേക്ക് ഒന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ട് വെറുതെ കുതിരപ്പുറത്ത് കയറി എവിടെ പോയി? നമ്മുടെ അലക്കുകാരൻ അമിത്തിന്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോ അവിടെ ഒരു സുന്ദരിയായ ആര് നിൽക്കുന്നു? ഒരു ചേച്ചി നിൽക്കുന്നു. വളരെ സുന്ദരിയാണ്, നല്ല സുമുഖിയാണ്, ഒരുപാട് മുടി, നല്ല ചിരിയൊക്കെ ആയിട്ട് ഒരു ചേച്ചി നിൽക്കുന്നു അല്ലെ? അമിത് വന്നപ്പോ ചോദിച്ചു, എനിക്ക് ആ പെൺകുട്ടീനെ നല്ല ഇഷ്ടമായി, എനിക്ക് അവളെ കല്യാണം കഴിക്കാം. നല്ല രീതിയിൽ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ആ പെൺകുട്ടിയുടെ പേര് സുനിത എന്നാണ്, അവള് മിടുക്കിയാണ്, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, സ്നേഹമുള്ള കുട്ടിയാണ്, നമുക്ക് നടത്താന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? അമിത്. പക്ഷെ മനസ്സുകൊണ്ട് അമിത്തിന് ആരെ ഇഷ്ടമായിരുന്നു? ആ സുനിതേനെ ഇഷ്ടമായിരുന്നു. അവരെ അയൽക്കാരായിരുന്നു. അമിത് ആ പെൺകുട്ടീനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരുന്നതായിരുന്നു. പക്ഷെ രാജകുമാരൻ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോ അമിത് പിന്നെ അത് മിണ്ടിയില്ല. അതാണ് സുഹൃത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടം വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് ഈ അമിത് പോയിട്ട് മഹാരാജാവിനോട് പറഞ്ഞു, ഇങ്ങനെ രാജകുമാരൻ ഇങ്ങനെ ഒരു പെൺകുട്ടീനെ ഇഷ്ടമാണ്, നമുക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം. അപ്പൊ രാജാവ് പറഞ്ഞു, അതിനെന്താ കുഴപ്പം? ഗംഭീരമായിട്ട് കല്യാണം നടത്തി കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ നമ്മുടെ രോഹിത് കാളി ദേവിയുടെ ആരാധകനാണ്. അപ്പൊ ഈ പെൺകുട്ടീനെ കിട്ടണല്ലോ. അവന് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു, പാവപ്പെട്ടവരാണ്, രാജാക്കന്മാര് ക്ഷത്രിയരൊക്കെ ആണല്ലോ. അപ്പൊ ആദ്യം തന്നെ ഈ കാളി ദേവിയോട് പോയി പറഞ്ഞു, എന്റെ ദേവി, ഈ സുനിതയെ എനിക്ക് കല്യാണം കഴിച്ച് കിട്ടിയാൽ അടുത്ത പൗർണമി നാളിൽ എന്റെ തല നിന്റെ മുമ്പിൽ വെട്ടിവെക്കാന്ന്. അതായത് ജീവൻ കളഞ്ഞാലും കുഴപ്പമില്ല, ആരെ കിട്ടണം? പെൺകുട്ടീനെ കിട്ടണം. ആര് പറഞ്ഞു? രാജകുമാരൻ പ്രതിജ്ഞ എടുത്തു. എന്താണെങ്കിലും രാജാവിന്റെ നല്ല മനസ്സോ ഇവന്റെ ദേവിയോടുള്ള പ്രാർത്ഥനയോ എന്താണെങ്കിലും കല്യാണം നടന്നു. അവരിങ്ങനെ കുറച്ചുനാൾ സുഖമായി ജീവിച്ചു. വെളുത്ത വാവിന്റെ ദിവസം ഈ രാജകുമാരൻ ഈ സുനിത രാജകുമാരി ആയില്ലേ? അപ്പോ റാണിയെയും കൂട്ടുകാരനെയും കൂട്ടി എവിടെ പോയി? കാളി ക്ഷേത്രത്തിൽ പോയി. എന്തിനാ പോയത്? വാക്ക് കൊടുത്തിട്ടില്ലേ ദേവിക്ക്? പെണ്ണിനെ കിട്ടിയെന്ന് പറഞ്ഞാൽ വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റുമോ? എന്നിട്ട് പറഞ്ഞു, കൂട്ടുകാരൻ അമിത്തിനോടും ഭാര്യയോടും പറഞ്ഞു, നിങ്ങൾ പുറത്ത് നിൽക്ക്, എന്നെ കണ്ടില്ലെങ്കിൽ, ഇത്ര സമയം കഴിഞ്ഞ് എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. രോഹിത് ഉള്ളിൽ പോയി ദേവിയോട് പറഞ്ഞു, ദേവി, ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചു, നീ എനിക്ക് അനുഗ്രഹം തന്നു, എൻ്റെ ആഗ്രഹം സാധിച്ചു, അങ്ങയോടുള്ള ഭക്തി ഞാൻ ഇവിടെ കാണിക്കുകയാണ്, ഞാൻ എൻ്റെ തല വെട്ടി നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? വാളെടുത്ത് തല വെട്ടി മരിച്ചു വീണു. കുറേ നേരം കഴിഞ്ഞു. കൂട്ടുകാരനും ഭാര്യനും ഇയാളെ കാണുന്നില്ലല്ലോ, തിരിച്ചു പോകാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ കൂട്ടുകാരന് മനസാക്ഷി അനുവദിച്ചോ? ഇല്ല. കൂട്ടുകാരൻ പതുക്കെ, മോൾ ഇവിടെ നിൽക്ക്, സുനിത ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് അകത്ത് പോയപ്പോ എന്താണ്? ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന ആരെ കണ്ടു?
രോഹിത് രാജകുമാരനെ കണ്ടു. ചങ്ക് പെടച്ചു പോയില്ലേ? രണ്ട് ശരീരം ഒരു മനസ്സുമായിട്ട് ജീവിച്ചിരുന്നവരല്ലേ? എന്റെ കൂട്ടുകാരനില്ലാതെ എനിക്കിനി ജീവിക്കണ്ടെന്ന് പറഞ്ഞ് അവൻ ആ കടന്ന വാളെടുത്ത് അവനും എന്ത് ചെയ്തു? തല വെട്ടി വീണ് പെടഞ്ഞു മരിച്ചു. ഒരാള് പോയി കാണാനില്ല, അന്വേഷിക്കാൻ പോയ രണ്ടാമത്തെ ആളും പോയി, കാണാനുണ്ടോ? ഇല്ല. അപ്പൊ മൂന്നാമത്തെ ആള് ആരാണ്? രാജകുമാരി പയ്യെ അകത്തു പോയി. അകത്തു പോയപ്പോ കണ്ടത് എന്താണ്? രണ്ടുപേര് ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നു അല്ലേ? എന്താ സംഭവിച്ചതെന്ന് അറിയോ? ഒന്നും അറിയില്ല. രാജകുമാരി എന്ത് പറഞ്ഞു? ദേവിയോട് പറഞ്ഞു, ദേവി എന്റെ ഭർത്താവ് ഇവിടെ മരിച്ചു കിടക്കുന്നു, എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ ഭർത്താവില്ലാത്ത ഒരു ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനും മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു വാളെടുത്ത് വെട്ടാൻ ഓങ്ങിയതും എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു? എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവൂലേ? ദേവി പെട്ടെന്ന് വലിയൊരു പ്രകാശമൊക്കെ വന്നു, ദേവി പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ദേവി പറഞ്ഞു, മകളെ ചെയ്യരുത്. നിന്റെ ഭർത്താവിന്റെ ഭക്തിയും എന്നോടുള്ള ഭക്തി എനിക്ക് മനസ്സിലായി, ഭർത്താവിന്റെ കൂട്ടുകാരന് നിന്റെ ഭർത്താവിനോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലായി, നിന്റെ ഭർത്താവിനോട് നിനക്കുള്ള പ്രാർത്ഥനയും എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ ഇവർക്ക് എല്ലാവർക്കും ജീവൻ കൊടുക്കാൻ നീ സമാധാനമായി പോവുക, പുറത്ത് നിൽക്കുക, ഇവരെ ജീവനോടെ ഞാൻ പുറത്തേക്ക് വിടാന്ന് പറഞ്ഞു. അപ്പൊ ഇവള് സന്തോഷത്തോടെ ദേവിയെ വണങ്ങി ഒരു നന്ദിയൊക്കെ പറഞ്ഞ് പുറത്തു പോയി നിന്നു. ദേവി ഒരു സൂത്രം ഒപ്പിച്ചു. രണ്ടുപേരുടെയും തല മാറി മാറി കിടക്കുകയാണല്ലോ. രോഹിത്തിന്റെ ശരീരത്തിൽ ആരുടെ തല കൊണ്ടുവച്ചു? അമിതിന്റെ തല കൊണ്ടുവച്ചു. അമിതിന്റെ ശരീരത്തിൽ ആരുടെ തല കൊണ്ടുവച്ചു? രോഹിത്തിന്റെ തല കൊണ്ടുവച്ചു. എന്നിട്ട് രണ്ടുപേരും ആരോഗ്യത്തോടെ പുറത്തേക്ക് വന്നു. അപ്പൊ ചോദ്യം ഇതാണ് വേതാളത്തിന്റെ, ആരോട്? നമ്മുടെ വിക്രമാദിത്യ രാജാവിനോട്, സുനിത ഇതിൽ ആരെയാണ് ഭർത്താവായിട്ട് സ്വീകരിക്കുക? ഒന്ന് പറഞ്ഞേ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. തലയാണോ, ആരുടെ തല സ്വീകരിക്കും പറഞ്ഞാൽ മതി. രോഹിത്തിന്റെ തല സ്വീകരിക്കും. ഉറപ്പാണോ? രോഹിത്തിന്റെ തല, പക്ഷെ ഉടൽ ആരായിരിക്കും? അപ്പൊ നിങ്ങളുടെ ഉത്തരം കറക്റ്റ് ആണ്. അപ്പൊ ഇത് പറഞ്ഞപ്പോ എന്ത് ചെയ്തു? വേതാളം പറഞ്ഞു ശരിയാണ് ഉത്തരം എന്ന് പറഞ്ഞിട്ട് തിരിച്ചുപോയി വീണ്ടും മരത്തിൽ തൂങ്ങിക്കിടന്നു. അപ്പൊ ആന്റിയുടെ സംശയം ഇത്രയേ ഉള്ളൂ, അവൾക്ക് അറിയാം അതെന്റെ ഭർത്താവിന്റെ ശരീരമല്ല എന്നറിയാം, തല മാത്രമേ ഉള്ളൂ ഭർത്താവിന്റെ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവള് ശരീരത്തെ മറികടന്ന് വേണ്ടാന്ന് വെച്ചിട്ട് തലയുള്ള ആരായി സ്വീകരിച്ചത്? ആ തലയാണല്ലോ ഭർത്താവിന്റെ. അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്താണെന്ന് അറിയോ ആർക്കെങ്കിലും? ഒന്ന് ചോദിച്ചേ. പറ. മനസ്സിലായി. ഇത്രയേ ഉള്ളൂ. അവള് പറഞ്ഞത് വേറൊരു രീതിയിൽ പറയാ. ആന്റി നിങ്ങൾ ഭയങ്കര വട ടീമുകളാണ് കേട്ടാ, ഞാൻ തോറ്റു തുന്നാൻ പാടി. ഓക്കെ, അപ്പൊ നമ്മുടെ പോയിന്റ് ഇതാണ്, ഒരാളെ നമ്മള് കാണുന്നത് തിരിച്ചറിയുന്നത് എന്ത് കണ്ടിട്ടാണ്? തല കണ്ടിട്ടാണ് അല്ലെ? തലയുടെ ഉള്ളിലാണ് എന്തിരിക്കുന്നത്? തലച്ചോറിരിക്കുന്നത്. തലച്ചോറിലാണ് നമ്മൾ ചിന്തകൾ ഇരിക്കുന്നത് അല്ലെ? നമ്മുടെ ബുദ്ധി ഇരിക്കുന്നത്. വിവേകത്തോടെ കാര്യങ്ങളെ കാണാനും തിരിച്ചറിയാനും കഴിയുന്നത് എപ്പോഴാണ്? നമുക്ക് തലയുണ്ടെങ്കിൽ മാത്രമാണ്. അപ്പൊ നമുക്കൊരു കൺക്ലൂഷനിലെത്താം, നമ്മുടെ തലയെ, നമ്മുടെ ബുദ്ധിയെ, ചിന്തയെ, വിവേകമുള്ള തലയെ ചുമക്കാനുള്ള ഒരു അവയവം മാത്രമാണ് എന്ത്? അപ്പൊ നമ്മുടെ ശരീരത്തെ കുറിച്ച് ഒരുപാട് വ്യാകുലപ്പെടേണ്ട കാര്യമുണ്ടോ? നമ്മുടെ ശരീരം കറുത്തതാണ്, നമ്മുടെ ശരീരം വെളുത്തതാണ്, നമ്മുടെ ശരീരം പൊക്കം കുറവാണ്, നമ്മുടെ ശരീരം ചന്തയില്ല, നമ്മുടെ ശരീരത്തിന് ഒരു പാണ്ടുണ്ട്, ഒരു മുടന്തുണ്ട്, ഒരു കൈയില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക്. നിങ്ങളൊക്കെ വിചാരിക്കണം നമ്മളെല്ലാം പെർഫെക്റ്റ് ആണെന്ന്. നമുക്ക് എല്ലാ സുഖവും സൗന്ദര്യവും എല്ലാവർക്കും തന്നിട്ടുണ്ട്. എല്ലാവരും നിങ്ങൾ സുന്ദരിയല്ലേ? എന്നാലും നിങ്ങൾ എന്ത് വിചാരിക്കും? എനിക്ക് ഇത്ര മുടി പോരാ, എന്റെ മുടിക്ക് കുറച്ചുകൂടെ നീളം വേണം, എന്റെ മുടിക്ക് കുറച്ചുകൂടെ സ്പൈക്ക് വേണം എന്നൊക്കെ ആലോചിക്കില്ലേ? അങ്ങനെ ആലോചിക്കേണ്ട കാര്യമുണ്ടോ? എന്താണ്? ഈ ശരീരമല്ല നമ്മുടെ ഇമ്പോർട്ടന്റ്. എന്താണ് കാര്യം? തലയും അതിനുള്ള ബുദ്ധിയും. നേരായ മാർഗത്തിലൂടെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയണമെങ്കിൽ എന്ത് വേണം? തല വേണം. അപ്പൊ മനസ്സിലായോ? ഉത്തരം കിട്ടി. വേതാളം തിരിച്ചുപോയി അല്ലേ? അങ്ങനെ എവിടെ കയറി? ഈ കഥ, ഇതിപ്പോ കഥ കഴിഞ്ഞു. ആര് ജയിച്ചു? നിങ്ങൾ ജയിച്ചു. നിങ്ങൾ ജയിച്ച സ്ഥിതിക്ക് ആർക്ക് ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് കേക്ക് തരും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കേക്ക് തരണല്ലോ. എല്ലാവർക്കും തരാം. കൈയടിച്ചേ.